ഇസ്രായേലിൻ്റെ മൊസാദ് ഇൻ്റലിജൻസ് ഏജൻസി നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അടുത്തിടെ ജൂതന്മാർക്ക് നേരെ ഉണ്ടായ ആക്രമണ പരമ്പരകൾക്ക് പിന്നിൽ ഇറാനാണെന്നാണ് മൊസാദ് പറയുന്നത്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് മൊസാദ് ആരോപിക്കുന്നത്. ഇസ്രായേലിൻ്റെ വിദേശചാര ഏജൻസി പറയുന്നത് മുതിർന്ന IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർ സർദാർ അമ്മാർ ആണ് ഈ ശൃംഖലയ്ക്ക് നേതൃത്വം നൽകുന്നതെന്നാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള ജൂത ഇസ്രായേൽ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ അവർ ശക്തമാക്കിയെന്നും മൊസാദ് പറയുന്നു. രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അമ്മാർ ഏകദേശം 11,000 പ്രവർത്തകരെ നയിക്കുന്നുണ്ടെന്നാണ് മൊസാദ് ആരോപിക്കുന്നത്. ജൂതന്മാരുടെ ബിസിനസ്, സാമുദായിക സ്ഥാപനങ്ങൾക്ക് നേരെ നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതായും മൊസാദ് പറയുന്നു. ഭയപ്പെടുത്താനും കൂടുതൽ ഗുരുതരമായ ആക്രമണങ്ങൾക്ക് സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇറാൻ്റെ ഈ ശൃംഖല മുതിർന്ന ജൂത സാമുദായിക വ്യക്തികൾക്കെതിരെയും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായി മൊസാദ് പറയുന്നു. 2024 ജൂലൈയിൽ മധ്യ ഏതൻസിലെ ഒരു ഇസ്രായേലി ഹോട്ടലിനും ഒരു സിനഗോഗിനും നേരെ ആക്രമണങ്ങളുണ്ടായി. സംഭവങ്ങളിൽ 2 ഇറാനികൾ ഉൾപ്പെടെ 7 പേരെ ഗ്രീസിലെ തീവ്രവാദ വിരുദ്ധ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വർഷം ജൂലൈയിൽ ബെർലിനിലെ ജൂത സ്ഥലങ്ങളെയും വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചതായി സംശയിക്കുന്ന ഒരാളെ ഡാനിഷ് പോലീസ് അറസ്റ്റ് ചെയ്തതായി ജർമ്മൻ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിനായാണ് ഈ വിവരശേഖരണമെന്നാണ് ആരോപണം. ഇറാൻ്റെ പങ്കാളിത്തം മറച്ചുവെക്കുന്നതിനായി ഇറാനിയൻ അല്ലാത്തവരെ നെറ്റ്വർക്ക് റിക്രൂട്ട് ചെയ്തുവെന്നും ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ചുവെന്നും മൊസാദ് പറയുന്നു. എന്നാൽ ഇറാനും ഇസ്രായേലും പൊതുശത്രുവിനെതിരെ ഒരുമിച്ചൊരു കാലമുണ്ടായിരുന്നു. അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇസ്രായേലും ഇറാനും ഇറാഖ് എന്ന പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് നിന്നത്. 1960കളിൽ ഷായുടെ ഭരണകാലത്ത് ഇറാഖിനെതിരെ ഇസ്രായേലും ഇറാനും സഹകരിച്ച് ഒരുമിച്ചു. ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും ഇറാൻ്റെ രഹസ്യ പോലീസായ സവാക്കും രഹസ്യമായ പങ്കാളിത്തമുണ്ടാക്കി. കുർദിഷ് ഗ്രൂപ്പുകളുടെ പിന്തുണയും ഈ സഖ്യത്തിന് ലഭിച്ചിരുന്നു. തുർക്കിയെയും ഉൾപ്പെടുത്തി ട്രൈഡൻ്റ് എന്ന കോഡ് നാമത്തിൽ ത്രിരാഷ്ട്ര രഹസ്യാന്വേഷണ സഖ്യം ഒരുമിച്ച് പ്രവർത്തിച്ചു. 1958 മുതൽ ഈ 3 രാജ്യങ്ങൾ രഹസ്യാന്വേഷണം കൈമാറുന്നതിലും സംയുക്ത ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇസ്രായേലും ഇറാനും കൂടുതൽ അടുക്കുകയും ആഴത്തിലുള്ള സൈനിക രഹസ്യാന്വേഷണ ബന്ധങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. 1960കളുടെ മധ്യത്തോടെ തെഹ്റാനിൽ സ്ഥിരമായൊരു ഇസ്രായേലി എംബസി പ്രവർത്തിച്ചു തുടങ്ങി. അറബ് ലോകത്തുടനീളം ഇസ്രായേൽ വിരുദ്ധ വികാരം മനസ്സിലാക്കിയ ഷാ പിന്നീട് ബുദ്ധിപൂർവ്വമാണ് നീങ്ങിയത്. 1967 അദ്ദേഹം ഇസ്രായേലിനെ വിമർശിച്ച് രംഗത്തെത്തി. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം സാഹചര്യങ്ങൾ അടിമുടി മാറ്റി. 1979 ഫെബ്രുവരി 19 ഇസ്രായേലുമായി ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും ഇറാൻ മുറിച്ചു മാറ്റി. ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിച്ച തീരുമാനത്തിൽ നിന്നും ഇറാൻ പിന്മാറി. അവരുമായി നടത്തിയിരുന്ന നയതന്ത്രപരവും വാണിജ്യപരവുമായ സകല ബന്ധങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്തു.